ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം തുടങ്ങാണ് കേട്ടോ. കൂർഗിലാണ് കേട്ടോ നമ്മൾ ഇന്ന് മൊത്തം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ റേഞ്ച് ഭയങ്കര കുറവായത് കാരണം വഴിയാകത്തിട്ട് കുറേ സമയം ഞങ്ങളുടെ വെറുതെ പോയിട്ടോ. റോഡിൻ്റെ ഇരുവശങ്ങളിലും കാപ്പിച്ചെടി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ തരുന്നത്. ചിക്ലിഹോ റിസർവെയറിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ വെള്ളം ചുറ്റി ഒഴുകുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം ഉണ്ടാണാവോ വേനൽക്കാലമായ കാരണം. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല വേനൽക്കാലമായ കാരണം കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല വൈബായിരിക്കും കേട്ടോ. ഇപ്പോഴും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് കേട്ടോ. ഇതിൻ്റെ ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെയും ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 4 ക്ഷേത്രങ്ങളാണ് കേട്ടോ ഉള്ളത്. അതിൽ ആദ്യത്തെ ഒരു ക്ഷേത്രമാണ് ആ നേരെ കാണുന്നത്. ദലൈലാമയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം. 5000-ൽ കൂടുതൽ ടിബറ്റിയൻ ബുദ്ധിസ്റ്റുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് കേട്ടോ സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ. ഈ സൈഡിൽ കാണുന്നതിൽ ഒരുപാട് തിരികളും വിളക്കുകളൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത്. ചെരുപ്പുകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് വേണം കേട്ടോ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് കയറിയാലോ? ശ്രീബുദ്ധൻ, പത്മസംഭവ്യ, അമർത്യാസുർ എന്നിവരുടെ 40 അടി ഉയരം വരുന്ന രൂപങ്ങളാണ് കേട്ടോ ആ കാണുന്നത്. അതിമനോഹരമായ ചിത്രങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടം വരെ മാത്രമേ പബ്ലിക്കിന് പ്രവേശനമുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ.
ഏറ്റവും ചെറിയ ബുദ്ധിസ്റ്റിലാണ് കേട്ടോ ഏറ്റവും ബാക്കിലിരിക്കുന്നത്. അതിനും കുറച്ച് മുതിർന്നവർ നടുക്കിലിരിക്കുന്നുണ്ട്, കുറച്ചും കൂടി മുതിർന്നവർ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരുപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും മേശ, അതുപോലെ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്ന ആശ്രമമാണെന്ന് തോന്നുന്നു കേട്ടോ ആ കാണുന്നത്. മനോഹരമായ ഗാർഡനൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് ഇവിടുത്തെ ബുദ്ധിസ്റ്റുകൾ നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് കാവേരി നിസർഗതമേരിക്കാണ് കേട്ടോ. പാലത്തിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അടിയിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടേ, നമ്മൾ തന്നെ ചവിട്ടി പോണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ പോയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു കലാരൂപമായ ഉമ്മട്ടാട്ടിൻ്റെ രൂപമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കലാരൂപങ്ങളും ഗ്രാമീണ ജീവിതത്തിൻ്റെ രൂപങ്ങളും അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ ബോറൊന്നും അടിക്കില്ല കേട്ടോ. ഇവിടെ നമുക്ക് 100 രൂപ എക്സ്ട്രാ കൊടുത്ത് കിളികൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സിപ്പ് ലൈൻ കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഒന്ന് കയറിയേക്കാം, ഞാൻ ഇതുവരെ കയറിയിട്ടില്ലേ. അങ്ങനെ ഞാൻ പേടിച്ച് വിറച്ച് ഞാനങ്ങനെ കയറിയിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കയറിയിട്ട് പിന്നെയും കയറാൻ തോന്നിട്ടോ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു.
ഫോണിലും ടി വിയിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇതുപോലുള്ള സ്ഥലം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ അല്ല കേട്ടോ. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കയറുകയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് വിൻറ്റേജ് കാർ മ്യൂസിയം കാണാനാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ള 2 റൂമുകളിൽ എന്താണെന്ന് പോയി നോക്കിയാലോ. ഒരു റൂം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രൊജക്ടർ, ഈ പണ്ടത്തെ സിനിമയൊക്കെ കാണുന്ന പ്രൊജക്ടർ അതൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. അടുത്ത റൂമിലുള്ളത് പണ്ടത്തെ ഫോണുകൾ, ഗ്രാമഫോണ്, അതുപോലെ പ്രിൻ്റർ, അങ്ങനത്തെ ക്ലോക്കുകൾ അതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടില്ല, ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറ് കാണാൻ എത്തിയിട്ടോ. കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. കാറുകളെ പറ്റി കൂടുതൽ അറിയുന്നവർക്കും കാറുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് നല്ല വർത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അല്ലാത്തവർക്ക് ഇത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനും സാധിക്കും കേട്ടോ. അടുത്ത് പോയി നിന്ന് സ്റ്റൈലിൽ ഫോട്ടോസ് എടുക്കാനോ അതിനൊന്നും പറ്റില്ല. നമ്മൾ കാണാത്ത പല മോഡൽ കാറുകളും അവിടെ ഉണ്ട് കേട്ടോ. കാറുകൾ മാത്രമല്ല, പണ്ട് ഉപയോഗിച്ചിരുന്ന കാളവണ്ടി പോലുള്ള വണ്ടികളും, കുറച്ച് ബൈക്കുകളും, സൈക്കിളും, ടെമ്പോ, അങ്ങനെ കുറച്ച് വണ്ടികൾ കൂടി ഇതിലുണ്ട് കേട്ടോ. അങ്ങനെ കാർ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ ഇരുട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം ഞങ്ങൾ മതിയാക്കി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിൽ കയറിട്ടോ.
ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.